ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പൊ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പൊ ഇത് അന്നത്തെ എന്റെ ടോപ്പിക് ഉണ്ടല്ലോ, കുറച്ച് വിഷമം, കുറച്ച് സന്തോഷം, അതേമാതിരി തന്നെ ഒക്കെ പടം കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താന്ന് വെച്ചാല് വേറൊന്നുമല്ല. അപ്പൊ പിന്നെ ഞാനൊരു വീഡിയോ കാണാണ്ടായി. അതെന്താന്ന് വെച്ചാല് പിന്നെ അനസ്സാഫി എന്ന ഉസ്താദ് അദ്ദേഹത്തിന്റെ മക്കളോട് കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ പറയുന്നതാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ മക്കളോടുണ്ടല്ലോ ഉമ്മനെ കുറിച്ചിട്ടുള്ള ത്യാഗം, ഉമ്മനെയും ഉപ്പനെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അവർ സഹിച്ച ത്യാഗത്തെ പറ്റിയിട്ടും അതേമാതിരിക്കാണ് അദ്ദേഹം ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഉപ്പയും പറഞ്ഞത് അനുസരിച്ചിട്ടുണ്ടോ, അതോ പിന്നെ അനുസരിക്കാതെ നിന്നിട്ടുണ്ടോ? അനുസരിക്കുന്നവർ കൈയൊന്നിക്കുക എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ പേര് മാത്രം കൈ ഒന്നിച്ച് ബാക്കിയൊന്നും കൈ ഒന്നിക്കില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നമ്മൾ എല്ലാ കുട്ടികളും അങ്ങനെയാണല്ലോ, നമ്മൾ പിന്നെ എന്തെങ്കിലും വഴിക്ക് പറയുമ്പോൾ ചിലപ്പോൾ എതിരെ പറയും, ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. അതേമാതിരി തന്നെ രാത്രി കുട്ടികളെ കൂട്ടത്തിൽ പോയി കളിച്ച് വൈകി വരിക, അതിനൊക്കെ നമ്മൾ വഴിക്ക് പറയുമല്ലോ, അന്ന് അവർക്കൊട്ടും ഇഷ്ടപ്പെടില്ലല്ലേ. അപ്പം അതിന് എന്തെങ്കിലും എതിരായിട്ട് പറയും, അങ്ങനെ പറയുന്നവരുണ്ടോ എന്നാണ് ഉസ്താദ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉസ്താദ് ചോദിക്കുന്നതിന് മറുപടി കൊടുത്തിട്ടില്ലത് ഒന്നോ രണ്ടോ ആളെ കൈ പൊന്തിച്ചിട്ടുള്ളൂ. അപ്പം എല്ലാ മക്കളും ഇങ്ങനെ തന്നെയാണ്, കൈ പൊന്തിച്ചോലെ ഇങ്ങനെയൊന്നുമില്ലത്, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ മക്കള്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് കേട്ടോ ഉസ്താദ് പറയുന്നത്. പിന്നെ ഉസ്താദിന്റെ എല്ലാം പിന്നെ മോട്ടിവേറ്ററും അതേമാതിരി തന്നെ മെന്റലിസ്റ്റും ഉസ്താദും കൂടെയാണ്. അപ്പൊ ഉസ്താദ് ആ മക്കളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അതേ വീഡിയോ ഒന്ന് കണ്ടിട്ട് കേട്ടോ. ആളുകൾ മാത്രം ഇതുവരെ നിങ്ങൾക്ക് ചിരിക്കാനും കളിക്കാൻ സമയം തന്നില്ലേ? ഇനി ഇവിടെ ഇരിക്കുന്ന ആളുകൾ എന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം ഇരുന്നാൽ മതി, അല്ലാത്ത ആളുകൾ ഇരിക്കണ്ട, അല്ലാത്ത ആളുകൾക്ക് പോകാം. ഓക്കെ, റെഡി അല്ലേ? എല്ലാവരും ഓക്കെ ആണോ? എന്നാൽ ഈ കണ്ണ് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്തേ. ബ്രീത്തിങ്, ഹോൾഡ്, സ്ലോലി ബ്രീത്ത് ഔട്ട്, മെല്ലെ ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ചെയ്തിട്ട് ഹോൾഡ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ അവിടെ ഹോൾഡ് ചെയ്ത് കേട്ടോ. ബ്രീത്തിങ്, ഹോൾഡ്, സ്ലോലി ബ്രീത്ത് ഔട്ട്. ഒന്നുകൂടി, ബ്രീത്തിങ്, ഹോൾഡ്, സ്ലോലി ബ്രീത്ത് ഔട്ട്. കണ്ണ് തുറക്കുക. എൻ്റെ മക്കളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട്. ഇന്ന് വരെ എൻ്റെ ഉമ്മയും ഉപ്പയും പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടിട്ടുണ്ട്, അനുസരിച്ചിട്ടുണ്ട് എന്ന ആളുകളൊന്ന് കൈബന്ധിക്കാം, എന്ന് വിശ്വാസമുള്ള ആളുകളൊന്ന് കൈബന്ധിക്കാം. ഇതുവരെ ഞാൻ എല്ലാം കേട്ടിട്ടുണ്ട് എന്ന് വിശ്വാസമുള്ള ആളുകൾ, ഉറപ്പുള്ള ആളുകൾ, ഉമ്മ പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ട്, ഒരിക്കൽ പോലും ഉമ്മയും ഉപ്പയും പറഞ്ഞത് കേൾക്കാതിരുന്നിട്ടില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ ആർക്കാ? ഒരാൾ മോണ്ട്. ധൈര്യം കൈബന്ധിച്ചോണേ. എന്താണ് ആർക്കും ധൈര്യം ഇല്ലേ? ഗർഭിണികളായ സ്ത്രീകളെ കണ്ടുക്കണം. അവരിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദ്ദിക്കും, ശരിക്കും അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഇതേപോലെ നിങ്ങളുടെ ഉമ്മാന്റെ വയറിലാകുന്ന സമയത്തെ നിങ്ങളുടെ ഉമ്മ ഉണ്ടല്ലോ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മാക്ക് 10 മാസം ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല. ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഛർദ്ദിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ട ഉമ്മ 10 മാസങ്ങൾ ഗർഭം ചുമന്നു. നിങ്ങൾ ഉമ്മാന്റെ വയറ്റിലാകുന്ന സമയത്ത് ഉമ്മാക്ക് രാത്രി നല്ല രൂപത്തിലൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടറിയോ? നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ പല തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു മറിഞ്ഞൊക്കെ എടുക്കൂലേ? ഉമ്മാക്ക് ചെരിയാനും അറിയാനും പേടിയാണ്. കാരണം ചെരിഞ്ഞെടുക്കുമ്പോൾ എൻ്റെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ മോൻക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി, എൻ്റെ വയറിൽ കിടക്കുന്ന എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കരുതിയിട്ട് ഉമ്മ ചെരിഞ്ഞാനും മറിയാനും നിന്നില്ല. അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് ആ ഒരു 10 മാസം ഉറങ്ങാനും പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ഉമ്മാന്റെ വയറിലുള്ള സമയത്ത്, ഗർഭത്തിലുള്ള സമയത്ത് 10 മാസം ഉമ്മ പട്ടിണി കിടന്നു, ഉമ്മ നല്ലപോലെ ഉറങ്ങും ചെയ്തിട്ടില്ല. എന്നിട്ട് നിങ്ങൾ പ്രസവിച്ചത് എങ്ങനെ അറിയോ? കൈ മുറിഞ്ഞ ആളുകളെ കണ്ടിട്ടില്ലേ? നിങ്ങൾ കൈൻ്റെ എല്ലൊക്കെ പൊട്ടിയ ആളുകൾ വേദനിച്ച് ഇങ്ങനെ പെടയിനെ കണ്ടിട്ടില്ലേ? ഒരു എല്ല് പൊട്ടി അത്രയും വേദനയാണെങ്കിൽ ഉമ്മ നമ്മളെ പ്രസവിക്കുമ്പോൾ 70 എല്ല് പൊട്ടണ വേദനയായിരുന്നു. ഉമ്മാന്റെ ശരീരത്തിലെ 70 എല്ല് പൊട്ടിച്ച്, 70 പേശികൾ പൊട്ടിച്ച് വേദന സഹിക്കാൻ വയ്യാതെ ഉമ്മ കിടന്ന് പെടഞ്ഞ് നല്ല വിളിച്ചിട്ടാണ് നിങ്ങളെ പ്രസവിച്ചത്. ഇത്രയും വേദന നമ്മളെ കാരണം ഉമ്മ സഹിച്ചിട്ട് ഇന്ന് വരെ ഉമ്മ അത് നമ്മൾ പ്രതികാരം പിടിക്കണോ? ഉമ്മ നമ്മളൊന്നും ദേഷ്യപ്പെട്ടിട്ട് പോലും ചില പേരിൽ ഒന്നും ചെയ്തിട്ടില്ല. ഉമ്മാക്ക് നമ്മുടെ സ്നേഹം മാത്രമാണ്. അങ്ങനെ പ്രസവിച്ച് നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ രാവിലെ തൊട്ടിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങും, പകല് തൊട്ടിൽ കിടന്ന് ഫുൾ ടൈം ഉറങ്ങും. ഉമ്മ വീട്ടിൽ പണിയെടുക്കുകയാണ്, പല ജോലിയിൽ, അടുക്കള ജോലിയിൽ മറ്റുമാണ്. അങ്ങനെ ഉമ്മാന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഉമ്മ ഇങ്ങനെ കിടക്കാൻ നിൽക്കുന്ന നേരത്താണ്, ഉറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് പകല് മുഴുവൻ കിടന്നുറങ്ങി നമ്മളുണ്ടല്ലോ, പകല് മുഴുവൻ കിടന്നുറങ്ങി നമ്മൾ ഉറക്കിൽ നിന്ന് ഉണർന്നിട്ട് കരയാണ്. ഉമ്മ ഉറങ്ങാൻ കിടക്കുന്നിടത്ത് ഉമ്മ എഴുന്നേറ്റ് വന്നിട്ട് നമ്മ താരാട്ടുപാട്ട് പാടി ഉറക്കി തരികയാണ് അല്ലേ? താരാട്ടുപാട്ടൊക്കെ പാടിയിട്ട് ഉറക്കി തന്നു എന്ന് മാത്രമല്ല, ഉമ്മ പിന്നെ ഉറങ്ങാണ്ട് പോയപ്പോൾ നമ്മൾ വീണ്ടും കരഞ്ഞു, ഉമ്മാന്റെ ഉറക്കം വീണ്ടും പോയി. അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെയാണ്. നമ്മൾ പ്രസവിച്ചതിന് ശേഷവും ഉമ്മക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഉമ്മ നമ്മളെ ചെറുപ്പത്തിലൊക്കെ നോക്കിയത്. 5 വയസ്സ് പ്രായമായപ്പോ നമ്മളെ സ്കൂൾ മദ്രസയിലൊക്കെ ഉമ്മ ചേർത്തു. സ്കൂളിൽ ചേർത്തിട്ട് നിങ്ങൾ മദ്രസയിലൊക്കെ ചേർത്ത് മദ്രസ വിട്ടിട്ട് വരാൻ 5 മിനിറ്റ് വൈകുമ്പോൾ ഉമ്മ ഇങ്ങനെ ബേജാറായിട്ട് പേടിച്ചിട്ട് ഇങ്ങനെ തെരഞ്ഞു വരും. അപ്പുറത്തെ വീട്ടിലെത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ അങ്ങാടിയിലെത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ മദ്രസയിലും സ്കൂളിലും വരെ ഉമ്മ ഇപ്പം നമ്മളെ തെരഞ്ഞു വന്നിട്ടുണ്ടാവും. ഇന്ന് കുട്ടി എവിടെയെന്ന് ചോദിച്ചിട്ട്. ഇന്ന് 4 മണിക്ക് വിടാന്ന് പറഞ്ഞ ഈ ക്ലാസ്
4:10 വിട്ടില്ലെങ്കിൽ ഇപ്പൊ ഉസ്താദ്മാരെ ഫോണിക്ക് കോൾ വരും. ഉസ്താദെ എന്റെ മോൾ അവിടെ ഇല്ലേ, എന്റെ മോൻ അവിടെ ഇല്ലേ നമുക്ക് കോൾ വരും. എന്തുകൊണ്ടാണ് അത് നിങ്ങൾക്ക്? നിങ്ങൾ ഇങ്ങനെ ചോദിക്കും, ഉമ്മ ഇങ്ങനെ ബേജാറാവണം, ഉമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ കാണുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഉമ്മാനോട് പറയുണ്ടാവും, ഞാൻ ഇത്ര വലുതായില്ലമ്മ, ഉമ്മ എന്തിനാ അങ്ങനെ ബേജാറാവണ്, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാതെ ബേജാറായിട്ടല്ലേ എന്ന് ഉമ്മാനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. വളരെ നിസ്സാര കാര്യത്തിൽ പോലും നിങ്ങളോട് ദേഷ്യം പിടിച്ചെന്ന് അറിയോ? നിങ്ങളുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാക്ക് ഇങ്ങോട്ടൊരു വെറുപ്പില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉമ്മ ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഉമ്മാന്റെ ആ സ്നേഹം തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ല, ഉമ്മാന്റെ ഇഷ്ടം തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ല. ഉമ്മ നമ്മളെ എത്രയേറെ സ്നേഹിച്ചിട്ട് ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. മക്കളെ, നമ്മളെക്കാൾ മോശപ്പെട്ട ആരാളുള്ളത്? നമ്മളെക്കാൾ ഹതഭാഗ്യരായ ആരാളുള്ളത്? ഞങ്ങളുടെ നാട്ടില് ഒരു മോനുണ്ട്. ആ മോൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സാധാരണ ഇശാമാരിബിന്റെ ഇടയിൽ ആ മകൻ പുറത്തു പോകാറുണ്ട്. 9 മണിക്കാകുമ്പോൾ വീട്ടിൽ തിരിച്ചു വരും. അവന്റെ ഒരു ദിവസം ഓൻ പുറത്തു പോയിട്ട് 9 മണിയായിട്ട് വീട്ടിൽ തിരിച്ചു വന്നില്ല. ഓന്റെ ഉമ്മ ഇങ്ങനെ ബേജാറായിട്ട് വാതിലിന്റെ അവിടെ വന്ന് കാത്തിക്കുക. സമയം 10 മണിയായി, ഓന്റെ ഉമ്മ വന്നില്ല, അവൻ വന്നില്ല. സമയം 11 മണി, അപ്പോഴും അവൻ വന്നില്ല. 12 മണിയായി. ഉമ്മാന്റെ പേടി കൂടി, ബേജാറ് കൂടി. എന്റെ മോനിക്ക് എന്താ പറ്റി റബ്ബേ, സാധാരണ നേരത്തെ എന്റെ വീട്ടിൽ വരുന്നതാണല്ലോ, ഇനി എന്താണ് പറ്റി എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇങ്ങനെ ബേജാറായിട്ട് അവനിങ്ങനെ വാതിലിന്റെ കാത്തു നിൽക്കുമ്പോ ഒരു 12:30 നേരത്തെ വീട്ടിൽ ഇങ്ങനെ കയറി വരിക. വീട്ടിൽ കയറി വരുമ്പോ അവൻ അല്പം ലഹരി ഉപയോഗിച്ചിട്ടാണ് കയറി വരുന്നത്. കയറി വന്ന ഉടനെ ഉമ്മ ചോദിച്ചു, എവിടെ ഇരുന്നടാ മോനെ? ഞാൻ ആകെ ടെൻഷൻ ആയില്ലടാന്ന് പറഞ്ഞപ്പോ ഉമ്മാനോട് പറഞ്ഞു, ഒന്ന് മാറിക്ക് തള്ളേന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ ഒരൊറ്റ ഉന്തം ഉന്തിയിട്ട് നേരെ അവന്റെ ബെഡ്റൂമിൽ പോയി കിടന്നുറങ്ങാ. പിറ്റേ ദിവസം രാവിലെ സാധാരണ 6 മണിക്ക് അവന്റെ ഉമ്മ വിളിക്കാറുണ്ട് അവനെ. അന്ന് 6 മണിക്ക് അവനെ വിളിച്ചില്ല. 7 മണിയായിട്ട് ഉമ്മ വന്നില്ല. 8 മണിയായി, അപ്പോഴും അവന്റെ ഉമ്മ വന്നില്ല. അങ്ങനെ 9 മണിയായപ്പോ സൂര്യന്റെ ചൂടൊക്കെ ജനലിന്റെ ഉള്ളിലൂടെ അവന്റെ ശരീരത്തിലേക്ക് തട്ടിയപ്പോ ഓന് ഉറക്കിൽ നിന്ന് ഉണരിയാണ്. ഉറക്കിൽ നിന്ന് ഉണർന്നപ്പോ സമയം നോക്കുമ്പോ സമയം 9 മണിയായല്ലോ. ഇന്നെന്താ എന്റെ ഉമ്മ എന്നെ വിളിക്കാൻ വരാതിരുന്നത്? അവൻ കരുതി ഞാൻ ഇന്നലെ ഉമ്മാനോട് ദേഷ്യം പിടിച്ചില്ലേ, അതിന്റെ ദേഷ്യം കൊണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് അവനിങ്ങനെ മെല്ലെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുക്കള പോയോക്കി. പക്ഷേ ഓന്റെ ഉമ്മ അവിടെ ഇല്ല. ഓന് ഹാളിൽ വന്ന് തെരഞ്ഞു, ഓന്റെ ഉമ്മ അവിടെ ഇല്ല. അവന് ഓരോ റൂമിലും കയറി ഇറങ്ങി, പക്ഷേ അവന്റെ ഉമ്മാനെ കാണാനില്ല. അവനിങ്ങനെ ഉമ്മ എവിടെ എന്ന് കരുതിയിട്ട് സിറ്റ് ഔട്ടിലേക്കാണ് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഓനൊരു രംഗം കാണുകയാണ്. അവന്റെ പ്രിയപ്പെട്ട ഉമ്മ, അവന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്നലെ രാത്രി തള്ളെന്ന് പറഞ്ഞിട്ട് ഓന്റെ ഉമ്മാനെ ഉന്തില്ലേ, ആ ഉമ്മയെ തള്ളിയിട്ടില്ലേ, അപ്പൊ ചുമരുമ്മ തല അടിച്ചിട്ട് തല 2 കഷ്ണായി പൊട്ടിയിട്ട് ചോരങ്ങനെ വാർന്നൊലിച്ചിട്ട് ആ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കിടന്നിട്ട് ഓന്റെ ഉമ്മ പടഞ്ഞു മരിച്ചിരിക്കണം. മക്കളെ, ഓനിങ്ങനെ വന്നിട്ട് ഉമ്മാന്റെ അടുത്ത് വന്നിട്ട്, ഉമ്മാ നിങ്ങളെ കൊല്ലാൻ വേണ്ടി ഞാൻ ചെയ്തതല്ല ഉമ്മ, ഉമ്മാ ഉമ്മാനെ കൊല്ലാൻ വേണ്ടി ഞാൻ ഉന്തിയതൊന്നല്ല എന്ന് പറഞ്ഞു അങ്ങനെ പൊട്ടി പൊട്ടി കരയാം. എല്ലാവരും കണ്ണടക്കുക. ഇനി ആരും കണ്ണുറക്കാൻ പാടില്ല. എല്ലാവരും കണ്ണടക്കി, കണ്ണു കൂട്ടി എല്ലാവരും. ഇനി ആരും കണ്ണ് തുറക്കരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്യണം. അവനിങ്ങനെ കരയാണ്. ഉമ്മാന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാം. പക്ഷെ ആർക്കും അവനോടൊരു സഹതാപം തോന്നില്ല. ഉമ്മാനെ കൊല ചെയ്തവനാണ് അവൻ, ഉമ്മയെ കൊന്നവനാണ് അവൻ. ഇനി അവൻ പൊട്ടിക്കരഞ്ഞിട്ട് എന്താ കാര്യം? മക്കളെ, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഉമ്മാന്റെ സ്നേഹം തിരിച്ചറിയും. ഞാൻ പറയുന്നത് മനസ്സിൽ ഇമാജിൻ ചെയ്യണം. ആരും കണ്ണ് തുറക്കരുത്, എല്ലാവരും കണ്ണു പൂട്ടണം. ഞാൻ പറയുന്നത് മനസ്സിൽ ഇമാജിൻ ചെയ്യണം. ഇന്ന് രാവിലെ നമ്മൾ ഈ ക്ലാസ്സിൽ വരികയാണ്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ റോഡ് സൈഡിലുള്ള ആളുകളൊക്കെ നമ്മളെ തന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട്. എല്ലാവരും നമ്മളൊരു ദയനീയമായ നോട്ടം നോക്കുകയാണ്. ആ നോട്ടം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് എല്ലാവരും നിങ്ങളെ നോക്കണമെന്ന് മനസ്സിലായില്ല. നിങ്ങൾ അതൊന്നും മെയിൻറ്റ് ചെയ്യാതെ നിങ്ങളെ വീട്ടിലേക്ക് തന്നെ ഇങ്ങനെ പോയി. നിങ്ങളെ വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എത്താനായപ്പോൾ നിങ്ങളെ വീട്ടിലൊരു ടാർപ്പായ ഇങ്ങനെ വലിച്ചെട്ടിയേക്കാണ്. അതിൻ്റെ ചോട്ടിൽ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു, അല്ലാ ഇന്നെന്താ എൻ്റെ വീട്ടിൽ പരിപാടി? ഞാൻ രാവിലെ മദ്രസയ്ക്ക് വരുമ്പോൾ വീട്ടിൽ പ്രത്യേകിച്ച് പരിപാടി ഉള്ളതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് എന്താണ് എൻ്റെ വീട്ടിൽ പരിപാടി എന്ന് നിങ്ങളിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടെ കൂടി നിന്ന ആളുകൾ പരസ്പരം ചെവി പറയാണ്, ആ കുട്ടി വരുന്നുണ്ടാ പാവലേ എന്ന് നമ്മളെ നോക്കി പറയാണ്. നമുക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾ ആ ആളുകളൊക്കെ തട്ടി മാറ്റിയിട്ട് ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ നിങ്ങളെ വീടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് സിറ്റ് ഔട്ട് കടന്ന് ഹാളിലെത്തിയപ്പോ അവിടെ ഒരു രംഗം കാണുകയാണ്. അല്ലാ, ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിച്ച രംഗം, ഒരിക്കലും സംഭവിക്കരുത് എന്ന് ചിന്തിച്ച രംഗം, ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ചിന്തിച്ച ആ ഒരു രംഗം നിങ്ങൾ അവിടെ കാണുകയാണ്. എന്താ രംഗം എന്നറിയോ? നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമ്മ, നിങ്ങളുടെ എല്ലാമായ നിങ്ങളുടെ ജീവനായ പൊന്നുമ്മ, ആ ഉമ്മ ഇങ്ങനെ മൂക്കിലൊക്കെ ഇങ്ങനെ പഞ്ഞു വെച്ച് താടകളിലൊക്കെ ഇങ്ങനെ കെട്ടി മരിച്ചു കിടക്കുന്ന രംഗാണ് ഇന്ന് നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത്. നിങ്ങൾ അവിടെ ഇങ്ങനെ കയറി ചെന്നിട്ട് നിങ്ങളുടെ ഉമ്മാന്റെ അടുത്ത് ഇങ്ങനെ ചുറ്റും പോയി നിന്നിട്ട് ഉമ്മാന്റെ തലന്റെ അടുത്ത് പോയിട്ട് അസ്സലാമു അലൈക്കും യാ ഉമ്മ, അസ്സലാമു അലൈക്കും ഉമ്മാ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സലാം പറയാണ്. പക്ഷേ നിങ്ങൾ സലാം പറയുമ്പോ നിങ്ങളെ ഉമ്മ നിങ്ങളെ സലാം കേൾക്കുന്നില്ല. സാധാരണ നിങ്ങൾ മദ്രസ വിട്ട് വരുമ്പോ നിങ്ങളെ ചേർത്ത് പിടിച്ച് ഉമ്മ തന്ന് സലാം മടക്കി ഭക്ഷണമൊക്കെ വിളമ്പി തരുന്ന ഉമ്മ, ഇന്ന് നിങ്ങൾ ഉമ്മാന്റെ അടുത്ത് പോയിട്ടും ഉമ്മ നിങ്ങളോട് മിണ്ടുന്നില്ല. ഉമ്മ നിങ്ങളെ മുഖത്തേക്കൊന്നും നോക്കുന്നു പോലില്ല. ഉമ്മ നിങ്ങളെ മെയിൻ്റെ ജോലി ചെയ്യുന്നില്ല. ആ നേരത്ത് നിങ്ങൾ ഉമ്മാനോട് പറയാണ്, ഉമ്മാ ഇങ്ങോട്ടൊന്ന് നോക്കുമ്മ, ഉമ്മ എന്റെ മുഖത്തേക്കൊന്ന് നോക്കി, നിങ്ങളെ പൊന്നുമോനാണ് ഈ വന്നിട്ടുള്ളത്,
നിങ്ങളെ പൊന്നുമോളാണ് ഈ വന്നിട്ടുള്ളത്. ഉമ്മച്ചി എന്നൊന്ന് നോക്കുമ്മ. എന്താണ് ഉമ്മ എന്നോട് മിണ്ടാത്തത്? എന്താണ് ഉമ്മ എന്നെ നോക്കാത്തത്? ഉമ്മാക്ക് എന്നോട് കണക്കാണുമ്മ, ഉമ്മാക്ക് എന്നോട് വെറുപ്പാണുമ്മ. പ്ലീസ് ഉമ്മ ഒന്ന് നോക്കിമ്മ. എന്താണുമ്മ? ഉമ്മച്ചിയെ എന്താ മിണ്ടാത്തത്? ഉമ്മച്ചിയെ പ്ലീസ് ഉമ്മ ഒന്ന് നോക്കുമ്മ. നിങ്ങളെ കുഞ്ഞുമോളാണ് വന്നിട്ടുള്ളത്, നിങ്ങളെ പൊന്നുമോനാണ് വന്നിട്ടുള്ളത്. ഒന്ന് തിരിഞ്ഞോക്കുമ്മ, ഒന്ന് ചിരിക്കുമ്മ, ഒന്ന് മിണ്ടുമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാന്റെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയാണ്. പക്ഷേ പൊന്നും അത് കേൾക്കൂല. ഓരോ ദിവസവും നമ്മളെ സ്നേഹിച്ചു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നുമ്മ അതൊന്നും കേൾക്കണില്ല. ഉമ്മ ഒന്നും കേൾക്കാൻ കഴിയാത്ത ലോകത്തേക്ക് യാത്ര പോയിട്ടുണ്ട്. ഉമ്മാക്ക് ഇനി മുണ്ടാൻ കഴിയൂല, ഉമ്മാക്ക് ഇനി ഒന്നും സംസാരിക്കാൻ കഴിയില്ല. ആ നേരത്ത് പറയാണ് ഉമ്മാ, എന്റെ ഉമ്മ നിങ്ങളോടക്ക് വെറുപ്പൊന്നുമില്ലമ്മ, നിങ്ങളോടക്ക് ദേഷ്യമൊന്നുമില്ലമ്മ. ഉമ്മ ഒന്ന് നോക്കുമ്മ. ഞാൻ ഉമ്മ പറഞ്ഞത് കേൾക്കാതിരുന്നത് ഉമ്മാനോടുള്ള ദേഷ്യം കൊണ്ടല്ല, ഉമ്മാനോടുള്ള വെറുപ്പ് കൊണ്ടൊന്നല്ല. ഉമ്മാന് ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പാവാണ് ഉമ്മ, എനിക്ക് പേടിയാവുണ്ടുമ്മ. ഇങ്ങനെ മിണ്ടാതിരിക്കണ കാണുമ്പോ, ഉമ്മ എന്നെ നോക്കാതിരിക്കണ കാണുമ്പോ, ഉമ്മ എന്നെ തിരിഞ്ഞു നോക്കാത്തത് കാണുമ്പോ എനിക്ക് പേടിയാവുണ്ടുമ്മ. പ്ലീസ് ഒന്ന് നോക്കുമ്പോ. ഞാൻ എങ്ങനെയാണ്, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ നിൽക്കുമ്മ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ നിലവിളിക്കുമ്പോ ചില ആളുകളൊക്കെ നിങ്ങളടുത്ത് വരും. എന്നിട്ട് പറയും മോനെ പേടിക്കണ്ടടാ, മോനെ മോളെ സങ്കടപ്പെടേണ്ടടി, ഞങ്ങളൊക്കെ ഇല്ലേന്ന്. ഉമ്മയില്ലാതെ ഈ ലോകത്ത് ആരുണ്ടായിട്ടെന്താ? ആരാണ് ഉമ്മാക്ക് പകരാവുക? ആരെങ്കിലും ലോകത്ത് ഉമ്മാക്ക് പകരാവോ? വേറെ ആരുണ്ടായിട്ടെന്താ മക്കളെ? ആരുമില്ലാത്ത ലോകത്തേക്ക് ഉമ്മ യാത്രയായില്ലേ? ആ ഉമ്മാന്റെ അടുത്ത് എന്നിട്ട് നമ്മൾ പലതും പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഉമ്മ കേൾക്കൂല, ഉമ്മ കാണൂല, ഉമ്മ മൈൻഡ് ചെയ്യൂല. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാനെ, മരിച്ചു കിടക്കുന്ന ഉമ്മാനെ വെള്ള തുണിയിലൊക്കെ പൊതിഞ്ഞിട്ട് നമ്മളിങ്ങനെ മയ്യത്ത് കട്ടിലേറ്റി പൊന്നുമ്മാനെ കൊണ്ടുപോകാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ മയ്യത്ത് കട്ടിലേറ്റി ഉമ്മാന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ കൂടെ നടക്കാൻ നമ്മുടെ കാല് സമ്മതിക്കുന്നില്ല, നമ്മുടെ ഹൃദയം പടക്കാണ്, നമ്മുടെ കണ്ണ് നിറയാണ്, മനസ്സിങ്ങനെ വിങ്ങി പൊട്ടി 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 നമ്മൾ പറയണം ഉമ്മച്ചിയെ പോവല്ലമ്മ, ഉമ്മച്ചിയെ ഞങ്ങൾ ഒറ്റക്കാക്കി പോവല്ലമ്മ. ഉമ്മ ഇനി എനിക്കാരാണ്? ഈ പൊന്നുമോൾക്ക് ആരാണമ്മ? ഈ പൊന്നുമോൾക്ക് ആരാണമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പൊട്ടി പൊട്ടി കരയണം. പക്ഷെ ആരും ഇത് കാണുന്നില്ല, നമ്മളാരും നോക്കുന്ന പോലില്ല. അങ്ങനെ കൊണ്ടുപോയിട്ട് പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കരിച്ച് പ്രിയപ്പെട്ട ഉമ്മാന്റെ മയ്യത്ത് ഇങ്ങനെ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്. ആരാരുമില്ലാത്ത ഖബറ്, കൂരിട്ടുള്ള ഖബറ്, പാമ്പും തേളുകളും പുഴുക്കളും വിഷജന്തുക്കളും മാരക ജീവികളുമുള്ള ഖബറിലേക്ക് നമ്മുടെ പൊന്നുമ്മാനെ ഇറക്കി വെക്കുകയാണ്. ഉമ്മാന്റെ മയ്യത്ത് ഇങ്ങനെ ആ മണ്ണിന്റെ ചോട്ടിലേക്ക്, മൺകുയിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഓരോരുത്തരും ഓരോ പിടി മണ്ണ് വാരിയിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോരുന്ന നേരത്ത് ആളുകളൊക്കെ തിരിച്ചു പോരുമ്പോ നമുക്ക് തിരിച്ചു പോരാൻ കഴിയൂല. നമ്മൾ പറയും ഉമ്മാ ഉമ്മാ എനിക്കൊന്ന് പുറത്തു തരണേ ഉമ്മാ, ഈ പൊന്നുമോൻക്ക് തെറ്റുപറ്റി ഉമ്മ, ഈ പൊന്നുമോൾക്ക് തെറ്റുപറ്റി ഉമ്മ. ഉമ്മ ഇത്ര പെട്ടെന്ന് ഞങ്ങളെ വിട്ടു പോകുമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല ഉമ്മ. ചോദ്യമുണ്ട്, നമുക്ക് ഭക്ഷണം ആവശ്യമില്ലെങ്കിലും ഉമ്മ പറയും മോനെ ഭക്ഷണം കഴിച്ചിട്ട് പോടാ, മോളെ ഭക്ഷണം കഴിച്ച് കളിക്കാൻ പോയാൽ മതി എന്ന് പറഞ്ഞ ആ പൊന്നുമുണ്ടല്ലോ നമ്മുടെ ജീവനായ ഉമ്മ, നമ്മുടെ എല്ലാമായ ഉമ്മ, നമുക്ക് വേണ്ടി കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച ഉമ്മണ്ടല്ലോ, ആ ഉമ്മണ്ടല്ലോ പല. അപ്പൊ ഞങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ അല്ലെ. അപ്പൊ എന്താ പറയാ, നമുക്ക് തന്നെ ഒരു കേൾക്കുമ്പോ സങ്കടം ഇതൊക്കെ തോന്നുന്നുണ്ടല്ലേ. അപ്പൊ ഓരോ മക്കൾക്കാണെങ്കിലും ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോണ്ടല്ലോ ഒരുവിധം മക്കൾക്കൊക്കെ ഒരു ഇത് വരും കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മള് വീഡിയോ ചെയ്യാലും നമ്മള് പിന്നെ ഒരു വഴിക്ക് പറയും, പിന്നെ അതാക്കും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. എന്തായാലും നമ്മള് ചീത്ത കൂട്ടുകെട്ടും കാര്യത്തിലൊക്കെ പെടുമ്പോഴാണ് അങ്ങനെയൊക്കെ പെട്ടു പോണത്. അപ്പൊ ഒരു മക്കളും അങ്ങനത്തിലൊന്നും പെടാതെ നല്ല മക്കളാക്കി തന്നെ ആകട്ടെ, നല്ല മക്കളായിട്ട് തന്നെ വളരട്ടെ. പിന്നെന്താന്ന് വെച്ചാൽ ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടല്ലോ, അതേമാതിരിക്കും ഓരോ മദ്രസിലാണെങ്കിലും പിന്നെ സ്കൂളിലാണെങ്കിലും ഇങ്ങനെ കുറച്ച് ക്ലാസ് മോട്ടിവേഷനൊക്കെ കൊടുക്കണം അല്ലെ. അപ്പൊ മക്കൾക്കും കുറച്ച് തിരിച്ചറിവും കാര്യങ്ങളും എൻ്റെ ഉപ്പ ഇങ്ങനെയാണല്ലോ വളർത്തുന്നത്. നമ്മളിപ്പോ ഉണ്ടല്ലോ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിട്ട് കടം വാങ്ങിയിട്ടില്ല നമ്മൾ സഹായിച്ചു കൊടുക്കൂലേ. അപ്പം മക്കളൊന്നും അതിനെ പറ്റിയിട്ട് എന്താ കഷ്ടപ്പാടെന്താ, ഉപ്പ കഷ്ടപ്പെടുന്നത് എങ്ങനെയാ, ഉമ്മ കഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്നൊന്നും അവർ മനസ്സിലാക്കണില്ല. അപ്പോൾ അല്ലേ പിന്നെ എന്തും നമ്മൾ സാധിച്ചു
പറിച്ചു കൊടുക്കണ്ടല്ലോ. അപ്പോൾ അവർക്ക് അതിന്റെ വിലയും കാര്യങ്ങളൊന്നും അറിയില്ല അല്ലെ. നമ്മൾ വഴക്ക് പറയും, അപ്പോൾ ദേഷ്യപ്പെടും, വഴക്കറിയാൻ പറ്റില്ല, ഒന്നും അങ്ങനത്തേനൊന്നും പറ്റില്ല. അപ്പൊ അനങ്ങിയ പറയാന്നുള്ളത് നമുക്ക് എന്നെ കേട്ടപ്പോ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വീഡിയോ ഉണ്ടല്ലോ, ഓരോ കുട്ടികൾക്കും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. നല്ല വീഡിയോസ് ഇങ്ങനത്തെ ഒക്കെ കാണിക്കുക. അവർക്ക് കൂടെ ഒന്ന് ഇതിൽ നിന്നൊന്നും മനസ്സിലാവും കാര്യങ്ങളൊക്കെ ചെയ്താലും ഒന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.